പാലക്കാട് കോട്ടായി മണ്ഡലം കോൺഗ്രസ് വിമതരുടെ കൺവെൻഷൻ മെയ് 1 ചേരുന്നു. വിമതർ ഗ്രൂപ്പിസമാണ് പാർട്ടിയിൽ നടക്കുന്നത്. DCCക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്, ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമുണ്ടാകുന്നത്. വിമതർ മെയ് 1 ഒരു കൺവെൻഷൻ ചേരാൻ തീരുമാനിക്കുന്നു. DCC നേതൃത്വം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു പാർട്ടിയിൽ എന്ന സ്വജനപക്ഷപാതമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിമതർ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിനെതിരെ കോട്ടായി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതിയിൽ ഇതുവരെ നടപടി ഒന്നും ഉണ്ടാകാത്തത് കാണിച്ചുകൊണ്ടാണ് ഈ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉണ്ടാക്കും. ഇത് ഒരു വിമത സംഘം കൺവെൻഷൻ നടത്തുക എന്നത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉയർത്തുന്ന ഘട്ടമുണ്ട്. DCC നേതൃത്വം വലിയ പിഴവുകൾക്ക് കാരണമായിട്ടുണ്ട് ജില്ലയിൽ എന്ന ആരോപണമാണ് വിമതർ ഉന്നയിക്കുന്നത്. കൺവെൻഷൻ ചേരാൻ ഉദ്ദേശിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സച്ചിൻ തുടരുന്നുണ്ട്. സച്ചിൻ, DCC നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ഇതിന് കാരണം എന്താണ് എന്നതാണ് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനം? തീർച്ചയായും അന്ന, വലിയൊരു വിമർശനം തന്നെയാണ് DCC നേതൃത്വത്തിനെതിരെ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചില നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ആ വിഷയങ്ങളൊക്കെ ജില്ല DCC നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കൃത്യമായ ഒരു നടപടിയോ ഒരു തീരുമാനമോ എടുക്കാൻ വേണ്ടി ജില്ലാ നേതൃത്വം തയ്യാറായില്ല എന്നാണ് കോട്ടായി മണ്ഡലം ഭാരവാഹികൾ അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ദളിത് കോൺഗ്രസിന്റെയും അടക്കം നിരവധി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. അതിന്റെ ഒരു തുടർന്നാണ് ഇത്തരത്തിലൊരു കൺവെൻഷൻ ഇപ്പോൾ കോട്ടായി മണ്ഡലത്തിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരുവിധ നടപടിയും എടുക്കാൻ വേണ്ടി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ള ഒരു പ്രവർത്തനം KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നും ഇവർ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. മെയ് 1 ഇവരെ വിമത കൺവെൻഷൻ കോട്ടായിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്ന, ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.